വില്ലേജ് കുക്കിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും സ്വാഗതമല്ല, ഒരൊന്നൊന്നര സ്വാഗതം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും വില്ലേജ് കുക്കിംഗ് വൈബ്സിന്റെ ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളിന്ന് ഓണായിട്ട് കായ, രണ്ട് അടിപൊളി വലുപ്പമുള്ള കായായിരുന്നു. ആ കായ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുകയാണ്. കായ ചിപ്സ് ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഓണം അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കായ ചിപ്സ്. അപ്പോൾ നമ്മൾ കായ ചിപ്സാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയായിട്ട് നമ്മൾ ഇത് തോലൊളിച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ. അതോടൊപ്പം കാണുന്ന തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞങ്ങൾ ചെയ്യുന്ന അടിപൊളി കുക്കിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടും. അപ്പോൾ നമ്മളിതാ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തോല് പൊളിക്കാൻ ഒരു പ്രത്യേക സ്റ്റൈൽ കണ്ട, ഈ പഴത്തിമ തട്ടായിട്ട് നമുക്കിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ തോല് പൊളിക്കുന്നത്. എന്നിട്ട് നമ്മളിതിൽ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറ പിടിക്കാതിരിക്കാനേ കുറച്ച് എണ്ണ കൈമ വരട്ടിയാൽ നമ്മുടെ കയ്യിലൊന്നും, അല്ലെങ്കിൽ കൈയൊക്കെ കറക്കും. കൈമ കുറച്ച് എണ്ണ വരട്ടി കൊടുത്താലേ കറ പിടിക്കില്ല. അപ്പം അതൊക്കെ പഴത്തിൻ്റെ മേലെങ്ങനെ ചെറുതായിട്ട് കൊടുക്കട്ടോ. ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ലൈൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തൊളിച്ച് കിട്ടും. ഇതിൽ തോലും ഉപ്പേരിയൊക്കെ സൂപ്പറായിട്ടാണ് ഉപ്പല്ലേ, അടിപൊളിയായിട്ട്. ഇത് പയറ് കൂട്ടിയിട്ടേ ഈ പച്ചക്കായുടെ തോലും പയറും കൂടിയിട്ട് ഉപ്പേരി വെക്കുക. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓണത്തിന് കായ വറുത്തത് അടിപൊളിയാവും. പിന്നെ പോരാത്ത നമ്മൾ കൂട്ടുകാരന്മാർ ചിപ്സ് ഉണ്ടാക്കിയിട്ട് ഖത്തർ UAE ഭാഗത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ്. പഴം തോലൊളിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് വരാം. അടുപ്പ് നമ്മളേ ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന അടുപ്പാണ്. തീ കൊടുത്തിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പഴം ഫുള്ളായിട്ട് പഴത്തിൻ്റെ പരിപാടി കഴിയും. കർപ്പൂരം കത്തി പിടിച്ചിട്ടുണ്ട്, കത്തട്ടെ. അപ്പോൾ നമ്മളെ തീ കത്തിയേക്കിട്ട് നമുക്ക് ചട്ടി സെറ്റാക്കിയിട്ട് വെച്ചെടുക്കാം. ചൂടാട്ടെ, ഇതട്ടെ. ചൂടാക്കണേ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. പഴം തോലൊളിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. 2 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് ഒന്ന് കഴുകണം.
ഇത് കേട്ടോ വെള്ളത്തിട്ടാലേ ഇതിൻ്റെ കായയുടെ കറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ചട്ടി ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ട്. നമുക്ക് ഇതിനൊന്ന് എണ്ണ ഈ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏകദേശം നമ്മൾ തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടാവുന്ന തോന്നുന്നത്. എണ്ണ അടിപൊളിയായി ചൂടാക്കണ്. നമ്മൾ കായത ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ കുടുങ്ങി. നല്ല മഴ പെയ്ത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല മഴ പെയ്തേക്ക് ഒരു രക്ഷയില്ല. ഒരു 2 മണിക്കൂറോളം നമ്മൾ മഴ മാറാൻ വേണ്ടിയിട്ട് നോക്കി. അവസാനം സമയം വഴുകി, ലേറ്റായി. ഇനി ഇരുട്ടുപോകാനായി. വെളിച്ചം കുറഞ്ഞാലും പ്രശ്നവും. പഴം ഫുള്ളായിട്ട് നമ്മൾ തോല് കളഞ്ഞതാണ്. അത് കറുത്തു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പതുക്കെ നൈസായിട്ട് വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, ക്ഷമിക്കുക. ഔട്ട്ഡോറാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് സിറ്റുവേഷൻ ഇങ്ങനെ ആയ കാരണമാണ്. അപ്പോൾ നമ്മൾ എണ്ണൊക്കെ ഇവിടെ കൊടുത്തിട്ട് 2 പ്രാവശ്യം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ടൊന്ന് മുറിഞ്ഞിട്ടാണ്. പൊടി ചേർത്ത വെള്ളം ഇതാ ഇത്ര പോലെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിച്ചൊക്കെ വേണ്ട, ചൂടുണ്ട്. നമ്മളെ ഒരു 4-5 മണിക്കൂർ നേരത്തെ പരിശ്രമമാണ് ഈ കണ്ടത്. അടിപൊളിയായിട്ട് കണ്ട, നല്ല ക്രിസ്പി, നല്ല കറുമുറു സൗണ്ട് ഇട്ടാണ്ടോ. ഇതാ നമ്മുടെ ഖത്തറിലുള്ള കൂട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് അപ്പോൾ നമ്മുടെ കായ ചിപ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയാണ് നമ്മൾ സ്വീപ്പാക്കിയത്. മഴ ഇപ്പോഴും തീർന്നിട്ടില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഔട്ട്ഡോർ, നമ്മുടെ വീഡിയോ എടുക്കുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കണ്ടാലും ബാക്ക് സൈഡിലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നതാണ് എല്ലാവരും. നൗഫലൊക്കെ മഴ നനഞ്ഞ്, ഞാനും മഴ നനഞ്ഞ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി തകർപ്പൻ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.